ഈ ക്വസ്റ്റ്യൻ നോക്കാം. 5 × cos square 60 plus 4 sec square 30 എക്സെട്ര. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. 5 × cos 60യുടെ വാല്യൂ അറിയാമോ? cos 60യുടെ വാല്യൂ 1/2 ആണ്. സ്ക്വയർ വരും, കാരണം cos square 60 എന്ന് പറയുമ്പോൾ cos 60യുടെ സ്ക്വയർ ആണ്. പ്ലസ് 4 × sec square 30. sec 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? sec 30 ഇവിടെ സൈഡിലായിട്ട് എഴുതിയാൽ മതിയോ? sec 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sec 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/cos 30 ആണ്. ശരിയല്ലേ? 1/cos 30 ആണ്. അതായത് 1/cos 30യുടെ വാല്യൂ √3/2 ആണ്. ശരിയല്ലേ? cos 30യുടെ വാല്യൂ √3/2. അപ്പോൾ ഇത് 2/√3 വരും. sec 30യുടെ വാല്യൂ എന്താണ്? 2/√3. അപ്പോൾ sec square 30 എന്ന് പറയുമ്പോൾ 2/√3 സ്ക്വയർ വരും. sec square 30 എന്ന് പറഞ്ഞാൽ 2/√3 സ്ക്വയർ മൈനസ് tan square 45 എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ. tan 45 1 അല്ലേ? സൈഡിൽ എഴുതിയാൽ മതി. sin square 30 എന്ന് പറഞ്ഞാൽ 1/2 സ്ക്വയർ. sin square 60 എന്ന് പറഞ്ഞാൽ √3/2 സ്ക്വയർ. ഇങ്ങനെ വരും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. 1/2ൻ്റെ സ്ക്വയർ 1/4 വരും. അറിയാമല്ലോ, 2 സ്ക്വയർ 4 ആണ്. 5 × 1/4. ഞാനൊരു സ്റ്റെപ്പ് എഴുതാം. 5 × 1/4 പ്ലസ് 4 × ഇവിടെ മുകളിലും താഴെ സ്ക്വയർ ചെയ്യുമ്പോൾ 4/3 വരും. മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ താഴെ 1/4 വരും. പ്ലസ് ഇവിടെ 3/4 ആവും. ഇത് അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? ഇവിടെ 5/4. ഇവിടെ 4 × 4 16/3 മൈനസ് 1. താഴെ എന്താ വരാ? താഴെ 4/4 വരും. പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. 4/4 1 ആണ്. /1 വരും. ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ 5/4 പ്ലസ് ഇതറിയാലോ 16/3 മൈനസ് 1 ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 16 - 3/3. ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. 16 - 3/3. ഇപ്പം ഇത് ആഡ് ചെയ്യാനായിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി നമുക്കിത് ആഡ് ചെയ്യാം. അറിയാമല്ലോ, 5 × 3 15. 4 × 13 എത്ര? 52 /12 വരും. അതെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതെത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 67 /12 ആണ് ആൻസർ വരുന്നത്. ഓക്കെ.